നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വെളിച്ചമെത്തുവാൻ പണം മുൻകൂർ. 2 മാസത്തിനകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പ്രീപെയ്ഡ് സ്മാർട്ട് വൈദ്യുതി മീറ്ററുകൾ. സ്മാർട്ട് മീറ്ററിലേക്ക് ഘട്ടംഘട്ടമായി സാധാരണക്കാരും. ഓഗസ്റ്റിനകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പ്രീപെയ്ഡ് സ്മാർട്ട് വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം. നവംബറോടെ ഉയർന്ന വൈദ്യുതി ലോഡുള്ള വാണിജ്യ വ്യാവസായിക ഉപഭോക്താക്കളും ഇതിലേക്ക് മാറണം. ഘട്ടംഘട്ടമായി സാധാരണ ഉപഭോക്താക്കളിലേക്കും പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ എത്തുമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ പോലെ മുൻകൂറായി പണമടച്ച് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യമാണ് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ. ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കിലെടുത്താണ് നിലവിലെ ബിൽ നൽകുന്നതെങ്കിൽ പ്രീപെയ്ഡ് മീറ്റർ വരുമ്പോൾ മുൻകൂറായി പണം നൽകി റീചാർജ് ചെയ്യണം. വൈദ്യുതി ചെലവ് സ്വയം നിയന്ത്രിക്കാനാവുന്നതാണ് മെച്ചം. വൈദ്യുതി വിതരണ കമ്പനികൾ നേരിടുന്ന കുടിശ്ശിക പ്രശ്നവും ഒഴിയും. കേന്ദ്ര മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ കാപ്പെക്സ് മാതൃകയിലാണ് സ്മാർട്ട് മീറ്റർ KSEB വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എത്രയും വേഗം കേരളം ഇതിൻ്റെ കരാർ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രം അറിയിച്ചു. ആണവ നിലയം കേരളം മുന്നോട്ട് വന്നാൽ സഹകരിക്കും. ആണവ നിലയം സ്ഥാപിക്കാൻ കേരളം മുന്നോട്ട് വന്നാൽ എല്ലാവിധ സഹകരണം ഉണ്ടാവുമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി പങ്കജ് അഗർവാൾ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ അനുമതി നൽകേണ്ടത്. കാസർഗോഡ് ചീമേനിയിൽ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ നിലയം സ്ഥാപിക്കാൻ അനുമതി നൽകുമെന്നാണ് കേന്ദ്രം മുൻപ് സംസ്ഥാനത്തെ അറിയിച്ചത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുകയാണ് പോംവഴിയെന്ന് കേന്ദ്ര വൈദ്യുതി മന്ത്രി പറഞ്ഞു. 2030 ശേഷം താപ വൈദ്യുതി നിലയങ്ങൾക്ക് പകരം ആണവ നിലയങ്ങളായിരിക്കും സ്ഥാപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. സൈബർ ആക്രമണ ശ്രമം. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വൈദ്യുതി വിതരണവും പ്രസരണവുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്ക് നേരെ വൻതോതിൽ സൈബർ ആക്രമണ ശ്രമം ഉണ്ടായതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മെച്ചപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഇവയെല്ലാം കീഴ്പ്പെടുത്താനായി. വരും നാളുകളിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.